നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ അമേരിക്ക ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. നേരത്തെ ഇറാനോട് അൺകണ്ടീഷണൽ സറണ്ടർ എന്നൊരു വാചകം അടിച്ചല്ലോ ഡൊണാൾഡ് ട്രംപ്. ഉപാധികൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾ കീഴടങ്ങിക്കോളൂ എന്ന്. അതിനെ പുല്ലുവില കൽപ്പിച്ച് ഇറാൻ ശക്തമായി അവരുടെ ഉറപ്പിച്ച തന്നെ നിലപാടിൽ വെള്ളം ചേർക്കാതെ നിന്നപ്പോൾ അമേരിക്കൻ സാമ്രാജ്യം കിട്ടുകിട്ടാവ് ഇറക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. ഇസ്രയേലും അമേരിക്കയും കൃത്യമായി അവരുടെ കൂടെ നിൽക്കുന്ന യുദ്ധമുന്നണിയിൽ നേരിട്ടും അല്ലാതെയും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന രാജ്യങ്ങളെയും ഞങ്ങൾ ഉപരോധിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റാർക്കും ഞങ്ങൾ ആ വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന് ഇറാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. അതുവഴി നിങ്ങളുടെ ഒന്നും ചരക്ക് കപ്പലുകൾ കടന്നു പോകില്ല എന്ന് വളരെ വെട്ടിമുറിച്ചു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. അവരെ കൂടുതൽ അവതാളത്തിലാക്കുന്ന എന്തെങ്കിലും നിലപാടുകൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ കൂടെ ചേർന്ന് നിന്ന് കോൺസ്പിറസി നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളുടെ വെള്ളം കൂടി മുട്ടിക്കുമെന്ന് ഇറാൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇറാന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഖത്തറും സൗദിയും UAE ഒക്കെ ഇപ്പോൾ യാചനയുടെ ഭാവത്തിലാണ് ഇറാനോട് സമീപിക്കുന്നത്. ഇറാൻ സകല കണക്കൂട്ടലുകളും നടത്തി തന്നെയാണ് നിൽക്കുന്നത്. ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. കൃത്യമായി പറഞ്ഞാൽ, ഞങ്ങൾ തകർന്നാലും വേണ്ടില്ല, ഞങ്ങൾ ഒരാളെയും വെറുതെ വിടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുമ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്, താൽക്കാലികമായിട്ടെങ്കിലും. കാരണം അത്രയേറെ പണച്ചെലവുള്ളതാണ് ഇത്. ഏതറ്റം കൊണ്ടുപോകാൻ കഴിയും? ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്താൻ ഏതെങ്കിലും വിധത്തിൽ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് യാതൊരു ഉത്തരവും പറയാൻ കഴിയില്ല. ഇസ്രയേലിൽ വന്ന് പതിച്ചിരിക്കുന്ന മിസൈലുകൾ അവർ അമേരിക്ക നോക്കി കരയുകയാണ്. അമേരിക്കയ്ക്ക് സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ എടുത്തു വെച്ച് പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പല ബേസ് ക്യാമ്പുകളും തച്ചുടച്ച് തകർത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ ബേസ് ക്യാമ്പുകൾ മുഴുവനായി തകർത്തതിന് ശേഷം പുതിയ വെല്ലുവിളി നടത്തുകയാണ്. നിങ്ങൾ ഏതറ്റം വരെയും പൊയ്ക്കോളൂ, ഞങ്ങൾ ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ താല്പര്യപ്പെടുന്നില്ല. അതിന് കാരണം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഉപാധികൾ തന്നെയാണ്. നിങ്ങളുടെ ഈ നാശം പിടിച്ച ഉപാധികളൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ഗർവോടുകൂടി ഇറാന് തല ഉയർത്തി നിന്ന് പറയാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയും യുദ്ധം നീണ്ടുപോയാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് വളരെ ഭീമമായിരിക്കും എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂക്ലിയർ ബോംബുകളൊക്കെ കൃത്യമായി പ്രയോഗിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്നുള്ള രീതിയാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂഗർഭ അറകളിലെ മിസൈലുകൾ മുഴുവൻ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഏത് സമയത്തും പ്രയോഗിക്കാൻ റെഡിയായി അവർ നിൽക്കുകയാണ്. അതായത് ചാരമാക്കി കളയാൻ സ്ഫോടനശേഷിയുള്ള ഹൈ റേഞ്ച് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ അവർ ഉദാഹരണ സഹിതം തെളിയിച്ചു കൊടുത്തത് കാരണം അമേരിക്കയ്ക്ക് വേവലാതി കൂടിയിരിക്കുകയാണ്.